ഹലോ ഫ്രണ്ട്, എല്ലാവർക്കും കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒമാനി കാബോളി റൈസാണ്. അതിന് വേണ്ട ചിക്കനാണ്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ മസാലകളെ വേണ്ടു കേട്ടോ. ചിക്കന് അരി റോസാനൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഞാൻ എടുത്തത്. 1 കിലോ അരി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേണ്ടത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഉണക്ക നാരങ്ങ, മാഗി ക്യൂബ്, ഒരു 4-5 പച്ചമുളക്, ഏലക്കായ്, ഗ്രാമ്പു, ഇത് കുരുമുളക് സീഡ്, പിന്നെ മല്ലി സീഡ്, പട്ട, ഇത്രയും സാധനം. വേറെ ഒന്നും ഇടുന്നില്ല. നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം ഇതുണ്ടാക്കാനുള്ള എണ്ണ ഒഴിക്കുന്നു കേട്ടോ. സിമ്പിൾ പണിയാണ്. ഗരം മസാലകളൊക്കെ അതിലേക്കുള്ള ചിക്കനുണ്ട്. ആദ്യത്തിനുള്ള ഉപ്പ്, മാഗി ക്യൂബാണ്. ഇത് ഒരു കട്ടൻ. ഒരു സ്പൂൺ ഗരം മസാല, ഓയിൽ ഇട്ട് നമ്മളൊരു ഉരുളക്കിഴങ്ങ് ഞാൻ 3 കട്ട് ചെയ്തിട്ടുണ്ട്. 3 കട്ട് ചെയ്തിട്ട് അതിലിടും. ഇനി ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ഇടാം, ടേസ്റ്റാണ്. ഞാൻ ഇപ്പം ക്യാരറ്റ് ഇടുന്നില്ല, ഉരുളക്കിഴങ്ങാണ്. അത് ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഒരു ഹാഫ് ബോയിലായാൽ മതി. പിന്നെ നമ്മൾ അരി ഇതിലേക്ക് തന്നെ ഇടുക, അപ്പോൾ ഒരുമിച്ച് വെന്ത് കിട്ടും. നല്ല അടിപൊളി, നല്ല ടേസ്റ്റാണ് റൈസ് കേട്ടോ. ചിക്കനും നല്ല രസമാണ്, വളരെ സോഫ്റ്റ് ആയിരിക്കും. കഴിക്കാൻ തന്നെ അല്ല, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറഞ്ഞു തരണം ഉണ്ടാക്കിയിട്ട് കേട്ടോ. കമൻറ്റിൽ നല്ല ടേസ്റ്റ്. കൂടുതലൊന്നും മസാലയില്ല. കുട്ടികൾക്കും കഴിക്കാം, വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആൾക്കും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക, പ്രോത്സാഹിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ്റെ വേവായിട്ടുണ്ട്. ഒരു പകുതി ആയാൽ മതി കേട്ടോ. കോരി വെക്കാം. ഫുള്ളായിട്ടും വേണ്ട, പകുതി വേവായാൽ മതി. ഓക്കെ, 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം കിട്ടാം. നമ്മൾ അളക്കുന്ന പാട്ടൊക്കെ ഒരു പാട്ട് അരി ഉണ്ടെങ്കിൽ ഒരു 1.5 പാട്ട വെള്ളം എടുത്താൽ നല്ല
ഇതേ വരവായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ചിക്കൻ കംപ്ലീറ്റ് വെച്ച് നമുക്ക് റൈസിന് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ഈ സമയത്ത് അതിൽ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടുമ്പോൾ ആവശ്യത്തിന് എരിവ് ആവശ്യമുള്ളവർക്ക് എന്താക്കുക അത് കഴിക്കാം. മറ്റേ നോർമലായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം പച്ചമുളക് എരിവുള്ളവർക്ക് ഈ പച്ചമുളക് കൊണ്ട് കഴിച്ചാൽ നല്ല രസമാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും. ഒരു 20 മിനിറ്റ് നമുക്ക് സ്ലോ ആക്കിയിട്ട് വെക്കാം. തീ വളരെ സ്ലോയിൽ വെക്കുക 20 മിനിറ്റ് കേട്ടോ. ഒന്ന് മൂടി വെക്കുക, നല്ല രീതിയിൽ വേവട്ടെ. നമ്മളെ റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വേണ്ട ഒന്നും നമ്മൾ തട്ടിട്ടൊന്നുമില്ല, നല്ല അടിപൊളി റൈസാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ഏത് കുട്ടികൾക്കും കഴിക്കുക, മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കുക കേട്ടോ. ഓവർ സ്പൈസില്ല, ഓവർ മസാല ഇല്ല. ഇതിന് സൈഡായിട്ട് സലാഡ് സലാഡ് ഉണ്ടാക്കുക. മൈനസ് കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. സലാഡ് ഉണ്ടെങ്കിൽ ഇത് ഒന്നും ഇല്ലാണ്ട് തന്നെ തിന്നാം. ഞങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, എന്നിട്ട് കഴിച്ചിട്ട് പറയും. നല്ല ടേസ്റ്റ്, കൂടുതൽ ചിലവും വരുന്നില്ല. വീട്ടിൽ ചിലവ് വരുന്നില്ല. വീട്ടിൽ കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കൻ എടുത്തുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. 1 കിലോ റൈസ് മാത്രം മതി നമുക്ക്, ബസ്മതി റൈസ്. എന്നാൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് എല്ലാവർക്കും കഴിക്കാം. ഓക്കെ, എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.